ഹായ് ഡിയേഴ്സ്, നിഷീസ് കിച്ചൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മ ഇപ്പോൾ ഉള്ളത് ഡൽഹി എയർപോർട്ടിൽ. ഇവിടുന്ന് കാശ്മീരിലേക്ക് പോന്നേ. ഇപ്പം പുതിയൊരു പാലം ഉദ്ഘാടനം കഴിഞ്ഞിട്ട്, ലോകത്തിലെ ഏറ്റവും ഉയർന്ന പാലം, ചെനാവ് പാലം, അത് കാണാൻ പോകുന്നത്. ഗുജറാത്തിലെ വഡോദര എയർപോർട്ടിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. നാഗ്പൂരിൽ നിന്ന് ഗുജറാത്തിലേക്ക് ഒരാഴ്ചത്തെ ടൂർ വന്നു. ആടുന്ന് ഡൽഹിയിലേക്ക് വന്നു. അതിൻ്റെ വ്ളോഗ് വേറെ ഇടാം. ഇവിടുന്ന് ശ്രീനഗർ എയർപോർട്ടിലേക്കാണ് പോന്നേ. ഇപ്പം ശ്രീനഗർ എയർപോർട്ടിൽ ഇറങ്ങി ടാക്സിയിൽ ഹോട്ടലിലേക്ക് പോന്നേ. ശ്രീനഗർ എയർപോർട്ടിൽ നിന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റൂല, അതുകൊണ്ട് എടുത്തിട്ടാ. ഹോട്ടൽ നേരത്തെ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിനി. ഇത് ഹോട്ടലിലേക്ക് പോകുന്ന വഴി റോഡ് സൈഡ് വ്യൂ ആണ്. കാറിലേക്ക് പോകുമ്പം റോഡ് സൈഡിൽ കാണുന്ന ബിൽഡിംഗ് എല്ലാം നല്ല ഭംഗിയാണ്. ഒരു യൂറോപ്പിലെല്ലാം പോയപോലത്തെ ഒരു ലുക്ക്. ഇപ്പോൾ നല്ല കാലാവസ്ഥയാണ്. മഴയുമില്ല, തണുപ്പുമില്ല, ചൂടുമില്ല, നല്ല കാലാവസ്ഥ. ഇപ്പോൾ നമ്മൾ താമസിക്കാൻ ബുക്ക് ചെയ്ത് ഹോട്ടലിലെത്തി. ഈ ഹോട്ടലിന്റെ പേര് കൺട്രി സൈഡ് റിസോർട്ട് എന്നാണ്. 4 സ്റ്റാർ ഹോട്ടലാണ്. നല്ല കാണാനും നല്ല ഭംഗിയുണ്ട്, അത്യാവശ്യം നല്ല സൗകര്യമുണ്ട്. ഈ ഹോട്ടലുള്ളത് ജമ്മു ശ്രീനഗർ ഹൈവേയിലാണ്. ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് അടുത്താണ്, 2 കിലോമീറ്റർ ദൂരേ ഉള്ളൂ. നമ്മ ഹോട്ടലിൽ കയറി അതിൻ്റെ ഉള്ളിൽ നമ്മളെ ലഗേജ് എല്ലാം വെച്ചിട്ട് ഇവിടുന്ന് അടുത്തുള്ള കുറച്ച് സ്ഥലങ്ങൾ കാണാൻ പറഞ്ഞത്. ഈ കാണുന്നത് ജേലം റിവറാണ്. ഇവിടുത്തെ കാശ്മീരിലെ ഒരു പ്രധാനപ്പെട്ട റിവറാണ്. ഈ വീട് പോലെ കാണുന്നതെല്ലാം ഫ്ലോട്ടിംഗ് ഹൗസ് ആണ്. റോഡ് സൈഡിലെല്ലാം കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന ഒരുപാട് കടകളുണ്ട്. നല്ല ഭംഗിയുണ്ട് ഇതെല്ലാം കാണാൻ വേണ്ടിയിട്ട്. നമ്മ ഇപ്പം കാശ്മീരിൽ ലാൽ ചൗക്കിലെത്തി. ഇത് കാശ്മീരിലെ ഏറ്റവും പ്രസിദ്ധമായ ലാൽ ചൗക്കാണ്. ഈ കാണുന്ന ക്ലോക്ക് ടവറിനെ ഖണ്ടാഘർ എന്നാണ് പറയല്. ഇവിടെ ആൾക്കാരെ നല്ല തിരക്കുണ്ട്. ടൂറിസ്റ്റുകളായി വന്നവരും ഇവിടെ നാട്ടുകാരിലായിട്ടുള്ള ആൾക്കാർ ഒരുപാടുണ്ട്. നല്ല സെക്യൂരിറ്റിയും ആർമി ഫോഴ്സും എല്ലാം ഇഷ്ടംപോലെ ഉണ്ട്. നല്ല ശാന്തമായ അന്തരീക്ഷമാണ് ഇപ്പോൾ ഇവിടെ. ഇപ്പം ഈ വൈകുന്നേരം കാണാൻ നല്ല ഭംഗിയുണ്ട്. സൂര്യാസ്തമയത്തിന്റെ സമയമാണ് ഇപ്പം. അപ്പം ലൈറ്റിങ്ങും എല്ലായിട്ട് നല്ല കാണാൻ ഭംഗിയുണ്ട്. ഷോപ്പ് ഇഷ്ടം പോലെ ഉണ്ട്. ലാൽ ചൗക്ക് കണ്ടു, ആസ്വദിച്ചു. ഇനി ഇവിടുന്ന് നേരെ പോകുന്നത് ദൽ ലേക്കിലേക്കാണ്. ഇപ്പോൾ ദൽ ലേക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. സൈഡിൽ ഇങ്ങനെ നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇപ്പം ദൽ ലേക്ക് എത്തി. ദൽ ലേക്ക് എല്ലാവർക്കും അറിയായിരിക്കും, കാശ്മീരിൻ്റെ ഒരു പ്രതീകമായിട്ടുള്ള സ്ഥലമാണ്. ഇതൊരു ഫ്ലോട്ടിംഗ് സിറ്റിയാണ്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പോസ്റ്റ് ഓഫീസ്, റെസ്റ്റോറൻറ്റ്, ഒരു സിറ്റിയിലുണ്ടാവുന്ന എല്ലാ സൗകര്യവും ഇവിടെ ഉണ്ട് ഫ്ലോട്ടിംഗ് ആയിട്ട്. ഇന്ത്യയിലെ ലാർജസ്റ്റ് ഫ്ലോട്ടിംഗ് സിറ്റി എന്നാണ് പറയുന്നത്. ഇപ്പം സൂര്യാസ്തമയ സമയമാണ്, അതുകൊണ്ട് നല്ല ലൈറ്റിംഗ് എല്ലാം ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നാളെ രാവിലെ ഇവിടെ ശ്രീനഗർ റെയിൽവേ സ്റ്റേഷനിൽ കത്രയിലേക്ക് വന്ദേ ഭാരത് എക്സ്പ്രസ്സിന് പോകണം. രാവിലെ 7 മണിക്ക് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. ഇപ്പം ശ്രീനഗർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം റെയിൽവേ സ്റ്റേഷനിലെത്തി. ഒരു വ്യത്യസ്തമായ റെയിൽവേ സ്റ്റേഷനാണ് ഇത്. കാണുമ്പോൾ തോന്നുന്നുണ്ടാവും. ഇവിടെ എയർപോർട്ടിലുള്ള പോലെ സെക്യൂരിറ്റി ചെക്കിംഗ് എല്ലാം ഉണ്ട്. 8 മണിക്കാണ് ഇവിടുന്ന് വന്ദേ ഭാരത് എക്സ്പ്രസ്. നമുക്ക് പോകേണ്ട ട്രെയിൻ വരലായി. ആൾക്കാരെ നല്ല തിരക്കുണ്ട്. ട്രെയിൻ ഫുള്ള് ആളുണ്ടെന്ന് തോന്നുന്നു. 1 മാസത്തെ ബുക്കിംഗ് ഉണ്ട് എന്നാണ് കേട്ടത്. നമ്മ ഇപ്പം ട്രെയിനിൽ കയറി. ഇത് എക്സിക്യൂട്ടീവ് കോച്ചാണ്. ഈ ഒന്ന് മാത്രമേ എക്സിക്യൂട്ടീവ് കോച്ചില്ലൂ, ബാക്കിയെല്ലാം ചെയർക്കാറാണ്. പുതിയ ട്രെയിൻ ആയതുകൊണ്ട് നല്ല വൃത്തിയായിട്ടുണ്ട്. ആദ്യം കഴിക്കാൻ വേണ്ടിയിട്ട് ചായയും ബിസ്ക്കറ്റും കിട്ടി. ഓരോ കോച്ചിലും 2 വീതം RPF കമാൻഡോസിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇപ്പോൾ മെയിനായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയിട്ടുണ്ട്. നല്ല റവ ഉപ്മാവുണ്ട്, കട്ട്ലറ്റ് ഉണ്ട്, വേറെ ബിസ്ക്കറ്റും സ്നാക്സ് എല്ലാം ഉണ്ട്. സൈഡിൽ പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല കാഴ്ചയാണ്.
നല്ല വയലുകളും പൈൻ മരങ്ങളും നല്ല പച്ചപ്പോലായിട്ട് നല്ല കണ്ട് ആസ്വദിച്ച് പോകാൻ നല്ലയുണ്ട്. ശ്രീനഗറിന്ന് ഖത്രയിലേക്ക് 2 മണിക്കൂർ 55 മിനിറ്റ് സമയമാണുള്ളത്. എല്ലാവരും ചെനാബ് ബ്രിഡ്ജ് എത്താൻ വേണ്ടി കാത്തുകയാണ്. ഈ ഖത്ര റെയിൽവേ സ്റ്റേഷനിൽ എത്താനാകുമ്പോഴാണ് ചെനാബ് ബ്രിഡ്ജ്. മുമ്പ് ഇതിലെ റോഡിലെ പോകുമ്പം 7 മണിക്കൂർ ദൂരം ഉണ്ടായിരുന്നാണ് പറയുന്നത്. ഈ ട്രെയിൻ കുറേ ടണലിലൂടെയാണ് പോകുന്നത്. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ടണൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ട്രാൻസ്പോർട്ട് ടണലാണ്. ഇതിൻ്റെ നീളം 12.77 കിലോമീറ്റർ ആണ്. ഇപ്പോൾ ചെനാബ് ബ്രിഡ്ജിൽ എത്തിയിട്ടുണ്ട്. ചെനാബ് ബ്രിഡ്ജിന്റെ പ്രത്യേകത എല്ലാവർക്കും ന്യൂസിൽ കണ്ടിട്ട് അറിയുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. कृपया ध्यान दें, आप इस समय विश्व के सबसे ऊंचे रेलवे आर्च ब्रिज चिनाब ब्रिज के ऊपर से यात्रा कर रहे हैं, जिसकी ऊंचाई 359 मीटर है। यह पेरिस के प्रसिद्ध एफएल टावर से भी ऊंचा है। यह अद्वितीय ब्रिज न केवल अपनी ऊंचाई के लिए जाना जाता है, बल्कि यह 266 किलोमीटर प्रति घंटा की तेज हवाओं का सामना करने में भी सक्षम है। ഇപ്പോൾ ചെനാബ് ബ്രിഡ്ജ് കഴിഞ്ഞു. നല്ലൊരു അനുഭവമായിരുന്നു. ഈ ബ്രിഡ്ജിന് താഴെ കൂടെ ചെനാബ് റിവർ ഒഴുകുന്നുണ്ട്. ശരിക്കും ഒരു അത്ഭുതം തന്നെ. ഇപ്പോൾ അഞ്ചിഖാട് ബ്രിഡ്ജ് എന്ന് പറയുന്ന വേറൊരു പുതിയ ബ്രിഡ്ജിന്റെ മേലെയാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതും ഇപ്പം ചെനാബ് ബ്രിഡ്ജിന്റെ കൂടെ ഉദ്ഘാടനം കഴിഞ്ഞു തന്നെ. ഇത് ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റേഡ് റെയിൽവേ ബ്രിഡ്ജാണ്. ഇപ്പോൾ ഖത്ര റെയിൽവേ സ്റ്റേഷനിലെത്തി. ഈ സ്റ്റേഷന്റെ പേര് ശ്രീ മാതാ വൈഷ്ണോദേവി ഖത്ര എന്നാണ്. ഇവിടുന്നാണ് വൈഷ്ണോദേവി ടെമ്പിളിലേക്ക് പോകുന്നത്. ഇനി നമുക്ക് ഇവിടുന്ന് പോകേണ്ടത് ജമ്മു എയർപോർട്ടിലേക്കാണ്. അതിന് ടാക്സിയിലാണ് പോകുന്നത്. കാറിൽ 1.5 മണിക്കൂർ യാത്രയുണ്ട്. കാറിൽ പോകുമ്പം പുറത്തേക്ക് നോക്കുമ്പം നല്ല പ്രകൃതി ഭംഗിയാണ്. ഇതാണ് ജമ്മു IIT. ഇപ്പോൾ ജമ്മു എയർപോർട്ടിലെത്തി. ഇനി ഇവിടുന്ന് നമുക്ക് പോകേണ്ടത് ഡൽഹി എയർപോർട്ടിലാണ്. അവിടുന്ന് നാഗ്പൂരേക്ക് പോവും. അങ്ങനെ ഈ ഒരു ചെറിയ യാത്രാ വ്ളോഗ് ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ കണ്ടവർക്ക് നന്ദി. താങ്ക് യു ഡിയേഴ്സ്.